ട്രെയിലറിന്റെ അതേ എഫക്റ്റിലല്ല പല പടങ്ങളും വരാറുള്ളത്, അതുകൊണ്ട് അറിയില്ല. മുൻകൂർ ജാമ്യം എടുക്കുന്നോ? പറയാൻ പറ്റത്തില്ലല്ലോ. ഇതെങ്ങനെ മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിക്കും ഞാൻ. സെൻസർഷിപ്പ് നടത്തുമോ? ലൈക്ക് ഈ സബ്ജക്ട് എടുത്ത സീനായിരിക്കും, തീർച്ചയായും അങ്ങനെ നടത്തിയിട്ട് തന്നെയാണ് പോകുന്നത്. ഇനി ഈ ഒരു കാലം മാറുമെന്ന് പ്രതീക്ഷയുണ്ടോ? അച്ഛൻ വന്നില്ലേ, ഇനി എന്താ അച്ഛൻ വരാൻ? ഞാനല്ലേ നല്ലത് പുള്ളിയെക്കാളും. എന്നിട്ട് പറയുന്നത് നിങ്ങൾ വെസാനസിനെ കോപ്പി ചെയ്യുന്നു. ഈ ഇന്റർവ്യൂ നിങ്ങൾ പുള്ളിയോടെ ചെയ്യേണ്ടത്. ഇത് വളരെ റിയലിസ്റ്റിക് ആയി നിങ്ങളുടെ ഒരു സൗന്ദര്യം ചെയ്യുന്ന ഒരു നിങ്ങളെ ഇപ്പോൾ ചെയ്യുന്ന ഒരു സംവിധായകൻ കേരളത്തിലുണ്ട്. കുറച്ച് പൈസ വന്ന് നോക്ക്, ഞാൻ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് തരാം. നമുക്ക് നിങ്ങൾക്ക് വെസാനസിനോട് ഇന്റർവ്യൂ ചെയ്യേണ്ട ആവശ്യം പോലും വരില്ല. എനിക്ക് വേണ്ട, എനിക്ക് ഇന്റർവ്യൂ ചെയ്യണ്ട. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു മറ്റേ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ? നമ്മൾ തമ്മിൽ ഒരു അഭിപ്രായം തന്നെ ഇല്ല. വ്യത്യാസം നമ്മളൊരു അഭിപ്രായം ഒരാളല്ലേ പറയില്ല അഭിപ്രായം, പിന്നെ വ്യത്യാസം വരാൻ ചാൻസ് ഇല്ല. രാജാവ് അങ്ങനല്ല, ഞാൻ പറയും നിങ്ങളൊക്കെ കേട്ടാൽ സത്യസന്ധതയൊക്കെ ഉണ്ടാവണം, കുഴി ഉണ്ടാവണം റോഡില്. ഓക്കെ, ഇപ്പൊ ഉള്ളതുകൊണ്ടാണത് വർക്കാവുന്നത്. ഫൈറ്റ് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടൊക്കെ നടക്കാറില്ല, അതുകൊണ്ട് സീനിൽ ഫൈറ്റ് ഒന്നും ഉണ്ടാവാറില്ല. അപ്പൊ ആ ഫൈറ്റ് ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യാറ്. അതിന് മാഫിയ ആഴ്ച വിളിക്കേണ്ട ആവശ്യം ഉണ്ടാവാറില്ല. ഇത്തരത്തിലായിരുന്നോ സെറ്റിൽ മോട്ടിവേഷൻ തരാറുള്ളത്? ഇതിലും നല്ല മോട്ടിവേഷൻ മോട്ടിവേഷൻ ആഗ്രഹങ്ങൾ. സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥയുടെ ടീമാണ് ഇന്ന് മീഡിയ വണ്ണൊപ്പം ഉള്ളത്. ഡയറക്ടർ രതീഷ് ബാലകൃഷ്ണ പൊതുവാളുണ്ട്, സുമലത ചിത്രയുണ്ട്, സുരേഷിനായിട്ടുള്ള രാജേഷ് മാധവനുണ്ട്. സ്വാഗതം. അപ്പൊ നമ്മള് സിനിമയിൽ നിന്നും ഉണ്ടായി വന്ന ഒരു സിനിമ, കംപ്ലീറ്റ്ലി സിനിമാറ്റിക് ആണെന്ന് പറയാവുന്ന ഒരു സിനിമയായിട്ടാണ് ഹൃദയഹാരിയായിട്ടുള്ള പ്രണയകഥ തോന്നുന്നത്. ഇപ്പം ശരിക്കും ഈ സിനിമ ഇപ്പം നന്നാത്താം കേസുകോടിന്റെ സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് ഇതിനൊരു സ്പിൻ ഓഫ് സാധ്യത ആളുകളിലേക്ക് എത്തുന്നതിന് മുൻപ്, റിലീസിന് മുൻപ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? എപ്പോഴെങ്കിലും മനസ്സിൽ വന്നിരുന്നോ? അതോ ആളുകളുടെ ഇഷ്ടം കണ്ടിട്ടും ഈ രണ്ട് കഥാപാത്രങ്ങൾ ആളുകൾ ഏറ്റെടുത്ത് ഇത് കണ്ടിട്ട് മാത്രമാണോ ഈ സ്പിൻ ഓഫ് ഉണ്ടാകുന്നത്? അങ്ങനെ തന്നെ. ഈ സുരേഷിനും സുമലതയ്ക്ക് ഒരു ബാക്ക് സ്റ്റോറി മുമ്പേ ഉണ്ട്. അത് നന്നാത്താം കേസുകോടിൽ പറയേണ്ട ആവശ്യം ഇല്ലായിരുന്നു, കാരണം ഈ ക്യാരക്ടേഴ്സിൻ്റെ പ്രാധാന്യം അത്രയേ ഉള്ളൂ. പിന്നെ ഈ ക്യാരക്ടേഴ്സ് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഇവർക്ക് പറയാൻ സാധ്യതയുള്ള കഥ ഒരു സിനിമയാക്കാൻ പറ്റുമെന്ന് തോന്നി. അപ്പോൾ രാജേഷിനോട് സംസാരിച്ചു. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു മെസ്സേജ് അയച്ചു, രാജേഷ് ഇത് ഇത്രയും പടം വർക്ക് ചെയ്തിട്ട് നേരിട്ടൊക്കെ ഒന്ന് സംസാരിച്ചുകൂടെ? നേരിട്ടും സംസാരിച്ചില്ല, ഇൻസ്റ്റാഗ്രാമിൽ ഏതൊരു വീഡിയോ ഞാൻ ഫോർവേഡ് ചെയ്തിട്ട് ചോദിച്ചു, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ ഇത്. നേരെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ മദനോത്സവത്തിന്റെ പിന്നെ ഒരു പടം അതിനിടയിൽ നടന്നു. അതിനിടയിൽ നടക്കുമ്പോഴേക്കും നമുക്ക് ഒരു തീരുമാനമായി ചെയ്യാമെന്ന്. പിന്നെ ഒന്ന് രണ്ട് കഥകളും ഇൻസിഡൻറ്റുകളും ഉണ്ടായിരുന്നു. ഇവർ രണ്ട് ക്യാരക്ടേഴ്സും ഒരു പകുതി സ്വഭാവമുള്ള ആൾക്കാരൊക്കെ ശരിക്കും ജീവിച്ചിരിപ്പുള്ള രണ്ടുപേരാണ്. അപ്പോൾ ബാക്കി കഥകളൊക്കെ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇതിൻ്റെ ഒരു സ്പിൻ ഓഫ് സാധ്യതകൾ, ഇപ്പം ബേസിക്കലി നിങ്ങളുടെ കഥാപാത്രത്തെ കാണുന്നു, അത് ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഈ നന്നാത്താം കേസുകോടിലെ ബാക്കിയുള്ളതിനെ പോലെ തന്നെ ഈ രണ്ട് ക്യാരക്ടേഴ്സും ഭയങ്കര ഹിറ്റാവുന്നു. സോ അത് രണ്ടും കേട്ട സമയത്തും പിന്നെ ഇതിൻ്റെ ഒരു സ്പിൻ ഓഫ് സാധ്യത വന്ന സമയത്തും നിങ്ങളുടെ ഒരു ഫസ്റ്റ് തോട്ട് എന്തായിരുന്നു രണ്ടുപേരുടെയും? ഇവിടെ തുടങ്ങിക്കോളൂ, എന്തായിരുന്നു ഫസ്റ്റ് തോന്നിയത്? എങ്ങനെ ഈ സിനിമ ഇതിന്റെ സ്പിൻ ഓഫ് ഇപ്പൊ ദിവസം ഷൂട്ട് ചെയ്തത് ഈ പടത്തിന്റെ ഇതുപോലെ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റാത്ത ഒരാളുടെ കൂടെ ഏകദേശം 60 ദിവസം ഇവർക്ക് വേണ്ടി തന്നെയാണ് പോയത്. ഇതിൽ പല പല ഗെറ്റപ്പിലൊക്കെ വരുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ ക്യാരക്ടർ ഇടയ്ക്ക് കയ്യിൽ നിന്ന് പോവായിരുന്നോ? കയ്യിൽ നിന്ന് പോകുമ്പോൾ രതീഷ് ഏട്ടൻ കയ്യിലെടുത്തോണ്ട് തിരിച്ചെടുക്കുന്നുണ്ട്. അല്ല, ആദ്യം ഈ പറഞ്ഞ കണക്ക് ഇത് രതീഷ് ഏട്ടനാന്ന് ഒരു ദിവസം എന്നോട് പറഞ്ഞിട്ടുണ്ടായത്, ഇങ്ങനെ ഒരു സിനിമ ഉണ്ട്, അപ്പം ഇന്ന മാസങ്ങളെല്ലാം ഫ്രീ ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാസവും ഫ്രീ ആയിട്ട് തന്നെ ഉണ്ടായത്.
അതിനുശേഷം ഇമ്മാനുലേട്ടനും അജിത്തേട്ടനും വിളിക്കുമ്പോൾ ഞാൻ അറിയില്ല, അവരുടെ പ്രൊഡ്യൂസറാണെന്ന് അറിയില്ല. അപ്പോൾ അവർ വിളിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ആരെങ്കിലും പറ്റിക്കുന്നതാന്ന് വിചാരിച്ചു. പിന്നെ ഇത് രതീഷേട്ടൻ പറഞ്ഞിട്ട് എന്നെല്ലാം പറയുമ്പോൾ കിട്ടുണ്ണിയേട്ടൻ്റെ അവസ്ഥയായി പോയി, അടിച്ചു പോകാനേത്. പിന്നെ ഇത് ആദ്യം സുമലതി ആ ക്യാരക്ടറിനെയാണ് വീണ്ടും വരുന്ന പറയുമ്പോൾ കുറച്ച് നല്ല പേടിയായിരുന്നു അത്. കാരണം അത് ഒന്നാമത് എല്ലാവരും സ്വീകരിച്ചു, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ കുറച്ചും കൂടി ഉത്തരവാദിത്വം കൂടി എന്നുള്ള ഇതുണ്ട്. അതെങ്ങനെ ഇത് ചെയ്ത് തീർക്കുന്നില്ല പേടിയോടെ തന്നെയാണ് ഞാൻ ഫസ്റ്റ് ഉത്തരവാദിത്തമുള്ള ഒരു പണിയും ഏറ്റെടുക്കുന്ന അങ്ങനെ ഫുള്ള് ചെയ്തേ. പിന്നെ രതീഷേട്ടൻ, രാജേട്ടൻ, സുധീഷേട്ടൻ എല്ലാട്ടന്മാരും കൂടെ നല്ലോണം കെയർ ചെയ്ത് തീർത്തു. സുരേഷ് മാത്രമല്ല, രാജേഷ് മാധവൻ അതിൻ്റെ ഇടയിൽ ഒരുപാട് തിരക്കുകളിലൊക്കെ ഉണ്ടായല്ലോ. കാസ്റ്റിംഗ് ഡയറക്ടറിന്റെ വർക്ക് പോകുന്നുണ്ട്, ബാക്കി സിനിമകൾ ഓരോന്നോരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, സ്വന്തം പടം ഡയറക്റ്റ് ചെയ്യുന്ന പടവും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതിനും ഒരു സമയം കണ്ടെത്തിയേക്കാം എന്നുള്ളതായിരുന്നോ ഈ സിനിമ കമ്മിറ്റ് ചെയ്യാൻ കാരണം? അങ്ങനെ പിന്നെ ഈ ഇന്നത്തെ കേസോട് കഴിഞ്ഞിട്ട് മദനോത്സവം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ഇങ്ങനെയൊക്കെയുള്ള ഓളമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോഴാണ് ആലോചനയും ഇതൊക്കെ വരുന്നത്. പിന്നെ ഇത് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാ പരിപാടികളും പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇതങ്ങ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള റെഡി ആവലായിരുന്നു. പിന്നെ ബാക്കിയുള്ള സിനിമകളൊക്കെ ചെയ്തിട്ട് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഈ സിനിമ ചെയ്യാനുള്ള സമയത്ത് ഈ സിനിമ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇപ്പം ഇതിനകത്തൊരു വർഷത്തിൻ്റെ ഒരു ചെറിയ കണക്ക് കണ്ടു, 60, 90. അപ്പോൾ ഒരു കണക്കൊക്കെ വെച്ച് 2020 ആയിരുന്നു എന്നുള്ളൊരു പ്രാധാന്യം. പക്ഷെ 2023 ഇറങ്ങുന്നത്. പക്ഷെ നമ്മൾ ട്രെയിലറിൽ കാണുന്ന സമയത്ത് പല കാലഘട്ടം, പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു നാടകത്തിന്റെ സോങ് വന്നു. അപ്പൊ നാടകമാണോ കാലഘട്ടമാണോ ഇവര് ദേവന്മാരൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ടോ, എന്തൊക്കെയോ മനസ്സിൽ ഓടുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ? ട്രെയിലറിൽ കണ്ടിട്ട് വരുന്ന ഏതെങ്കിലും സംശയങ്ങൾ, നിങ്ങൾ കമന്റുകളൊക്കെ നോക്കുന്നുണ്ടാവുമല്ലോ, ഏതെങ്കിലും സംശയങ്ങൾക്കുള്ള ഒരു മറുപടി തരാൻ പറ്റുമോ? ഒരു പല കാലഘട്ട ടൈം ട്രാവൽ ഉണ്ടോ പടത്തിൽ? ടൈം ട്രാവൽ ഉണ്ട്, പക്ഷേ ടൈം ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് യാതൊരു ഗുണവുമില്ല. ടൈം ട്രാവൽ ചെയ്യാൻ യാതൊരു ഡിവൈസും ഇല്ല, ആവശ്യമില്ല. ഓക്കെ, അത് രണ്ടുമാണ്. ഒറ്റ പോക്ക് അങ്ങോട്ട്. ടൈം ട്രാവൽ ചെയ്യാൻ ഡിവൈസ് ഒന്നുമില്ല, ടൈം ട്രാവൽ ചെയ്തിട്ട് ഗുണവുമില്ല. ഒരു ട്രാവൽ നടക്കുന്നു. ഇപ്പം ആൻഡ്രോയിഡ് കുഞ്ഞപ്പനാണെങ്കിലും കനകങ്കാമിനി കലഹത്തിലൊക്കെ, പിന്നെ ഇന്നത്തെ കേസുകളിലും കുറച്ചുണ്ട്. ഇപ്പം മദനോത്സവം എഴുതിയതിലും ഇതിന് ഈ കോമഡി വർക്കൗട്ട് ചെയ്യുന്നതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഒരു റിതമിക് കോമഡി ആയിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പം കനകങ്കാമിനി കലഹത്തിലാണെങ്കിൽ അതിപ്പോൾ എല്ലാവരെയും പ്ലേസ് ചെയ്ത് അവരുടെ ഒരു തല ആടുന്നതാണെങ്കിലും അങ്ങനെ ആ കോമഡിക്ക് ഒരു പ്രത്യേക ഒരു രതീഷ് ബാലകൃഷ്ണൻ ടച്ച് വരുന്ന കോമഡികളാണ് പലതിലും. ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. മേ ബി സൈജു കുറുപ്പിന്റെ ക്യാരക്ടറിൽ ചെറുതായിട്ട്, പക്ഷെ ഓരോ പടം കഴിയും തോറും, എസ്പെഷ്യലി കനകങ്കാമിനി കലഹത്തിൽ എത്തിയപ്പം ആ ഒരു അളവ് ഭയങ്കരമായിട്ട് കൂടിയെന്ന് തോന്നുന്നു. ഈ വെസ് ആൻഡേഴ്സൺ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു സ്വാധീനമാണോ? അതോ ഉണ്ടായിരിക്കാം. നമ്മൾ കണ്ട എല്ലാ സിനിമ സംവിധായകരുടെയും പരിപാടികൾ സ്വാധീനിച്ചിട്ടുണ്ടാവാം, അത് സംശയമൊന്നുമില്ല. അങ്ങനെ എന്താണ്, വെസ് ആൻഡേഴ്സൺ പടങ്ങൾ കാണാറുണ്ട്, വുഡി അലൻ്റെ പടങ്ങൾ കാണാറുണ്ട്. ഇവയൊക്കെ ഇപ്പോൾ നമ്മുടെ ഹ്യൂമർ കണ്ടാൽ ചിലപ്പോൾ ആർക്കും മനസ്സിലാവുന്ന ഇത് അവരുടെ ഒരു കോപ്പിയാണെന്നൊക്കെ. അത് കുഴപ്പമില്ല, അത് നമ്മൾ ആരാധിക്കുന്ന ആൾക്കാരാണല്ലോ. അല്ല, അപ്പം ഇതിന് പിന്നെ ഒരു രസമുള്ള കോംബോ ആയിട്ട് തോന്നിയിട്ടുള്ളത്, ഇത് വളരെ റിയലിസ്റ്റിക് ആണെന്ന് നമുക്ക് തോന്നുന്ന സ്പേസസിലാണ് നടക്കുന്നത്. ഇപ്പോൾ വെസ് ആൻഡേഴ്സിൻ്റെ ഒക്കെ ആകുമ്പം കുറച്ചുകൂടെ ഒരു കളർഫുൾ, അത് വേറൊരു സ്പേസ് എൻ്റയർലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്താണെന്ന് തോന്നും. പക്ഷെ ഇത് കൈകാര്യം ചെയ്യുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, നാട്ടുകാരുടെ സാധാരണക്കാരുടെ ജീവിതത്തിൽ നടക്കുന്ന കുറേ നല്ലത് പുള്ളിയേക്കാളും എന്നിട്ട് പറയുന്നത് നിങ്ങൾ വെസ് ആൻഡേഴ്സിനെ കോപ്പി ചെയ്യുന്നു. ഈ ഇന്റർവ്യൂ നിങ്ങൾ പുള്ളിയോടെ ചെയ്യേണ്ടത്. ഇത് വളരെ റിയലിസ്റ്റിക് ആയി നിങ്ങളുടെ ഒരു സൗന്ദര്യം ചെയ്യുന്ന ഒരു നിങ്ങളെ ചെയ്യുന്ന ഒരു സംവിധായകൻ കേരളത്തിലുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇത് ഒരു മാജിക്കൽ സ്പേസിലോട്ടൊക്കെ കൊണ്ടുപോയി കൊളവാക്കുന്നത്, എന്തിനാണ് നശിപ്പിക്കുന്നത് അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ കോരി തരിച്ചതാണ് ഇന്റർവ്യൂ വേണ്ടിയിട്ട്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, കോപ്പി ചെയ്യണമെന്നല്ല. ഇപ്പം അദ്ദേഹത്തിന്റെ പടങ്ങൾ കാണുമ്പം ഇത്തരം കാരിക്കേച്ചർ സ്വഭാവമുള്ള ക്യാരക്ടേഴ്സിന് പെട്ടെന്ന് വന്ന് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭൂമിക കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു.
പക്ഷെ താങ്കളുടെ സിനിമയിൽ എത്തുമ്പോൾ ഇവര് നിൽക്കുന്നത് വളരെ മണ്ണിൽ ചവിട്ടി നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന നമുക്ക് ഭയങ്കര പരിചയമുള്ള സ്ഥലത്താണ്. അപ്പൊ ഈ വളരെ പരിചയമുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള കാരിക്കേച്ചറിനെ കൊണ്ടുവരണം. അല്ല, റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്ഥലത്തില് അല്ലെങ്കിൽ സ്ഥലത്തിലും പ്ലേസ് ചെയ്യാൻ ബഡ്ജറ്റ് കുറവ് വേണം. അതാണ് ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ അതിന്റെ ഇരട്ടി അല്ലെങ്കിൽ എത്ര കൂടുതൽ പൈസ കൊടുക്കണം. കുറച്ച് പൈസ നോക്ക്, ഞാൻ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് തരാം. നമുക്ക് നിങ്ങൾക്ക് വെസ് ആൻഡേഴ്സണോട് ഇന്റർവ്യൂ ചെയ്യേണ്ട ആവശ്യം പോലും വരില്ല. എനിക്ക് വേണ്ട, എനിക്ക് ഇന്റർവ്യൂ ചെയ്യണ്ട. ഓക്കെ, ശരി, ഇനിയില്ല, എൻ്റെ കഴിഞ്ഞു. അല്ല, ഓക്കെ, ഈ പടത്തില് ഇപ്പം ഇന്നാത്താം കേസുകോടില് ഇപ്പൊ കുഞ്ഞികൃഷ്ണൻ മാഷിന്റെ ഒരു ക്യാരക്ടർ, ജഡ്ജി കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ ട്രെയിലർ വരുന്ന സമയത്ത് ഇതിനകത്ത് ഇപ്പം സുധീഷ് അദ്ദേഹത്തിന്റെ ഒക്കെ കഥാപാത്രം ഒക്കെ വിചാരിക്കേണ്ടത്, ജിനു ജോസഫിന്റെ ക്യാരക്ടർ ചെറുതായിട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു പക്ഷെ ആളുകൾ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്തേക്കാം എന്ന് തോന്നുന്ന ഏതെങ്കിലും കഥാപാത്രം ഉണ്ടോ ഈ സിനിമയുടെ അകത്ത്? നിങ്ങളുടെ മൈൻഡിൽ ഭയങ്കര ഇതൊരു പക്ഷെ ഈ സിനിമയെക്കാളും അപ്പുറത്തേക്ക് ഈ കഥാപാത്രത്തെ ആളുകൾ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യും, അങ്ങനെ തോന്നുന്ന ഏതെങ്കിലും ഉണ്ടോ? എൻ്റെ ഒരു ക്യാരക്ടറില്ലേ, ഓട്ടോ ഡ്രൈവർ, അത് കുറച്ച് സെലിബ്രേറ്റ് ചെയ്യാനുള്ള സ്പിൻ ഓഫ് സാധ്യതയൊക്കെയുള്ള അതാണ് ഒന്ന്. രണ്ട്, ഇനി രണ്ടാമത്തെ അത്രക്ക് വരുന്നൊന്നുമില്ല. അത് രണ്ടാമത്, അതെ, അത്ര വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. സുധീഷ് ഏട്ടന്റെ നല്ലൊരു പെർഫോമൻസ് ആണെന്നാണ് നമുക്കെല്ലാം തോന്നിയിട്ടുള്ളത്. ഞങ്ങളെല്ലാരും എക്സൈറ്റഡ് കാണാൻ വേണ്ടിയിട്ട്. അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വിഷ്വലും അതിന്റെ റിയാക്ഷനും കാണാൻ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആൾക്കാർ എങ്ങനെ എടുക്കുന്നു കാണാൻ നമ്മള്. സുധീഷേട്ടൻ അതുപോലുള്ള റോള് ചെയ്തിട്ടില്ല എന്നാണ് സുധീഷേട്ടൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് നല്ല രസമുണ്ടാകും കാണാൻ. ഇപ്പം നിങ്ങളുടെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പൊസിഷനെ പറ്റിയിട്ടൊക്കെയും ആളുകൾ ഭയങ്കരമായിട്ട് മേ ബി ഈ അടുത്ത കാലത്ത് ഒരുപക്ഷെ സിനിമയിലെ മുൻ വർഷങ്ങളിലൊക്കെ ചർച്ച ഉണ്ടായിരിക്കാം, പക്ഷേ ഈ അടുത്ത കാലത്ത് ഭയങ്കരമായിട്ട് ചർച്ച വരുന്നത് രാജേഷ് മാധവൻ എന്നുള്ള ഒരു പേരിനോടും കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടാണ്. ഇപ്പം എന്ന് വെച്ചാൽ നമുക്കിപ്പം മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയപ്പം അതിനകത്ത് ഗണപതിനെ കുറേ കൂടെ ആൾക്കാർ ഒരു സ്പേസസിലൊക്കെ കാണുന്നത് കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ള ഒരു ഇതിലും കൂടിയാണ്. അപ്പോൾ ഈ കാസ്റ്റിംഗ് ഡയറക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് രാജേഷ് മാധവൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്താ? ആരായിട്ടുള്ള കോംബോ ആണ് ഏറ്റവും, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ അങ്ങനെ ഉണ്ടോ ഇപ്പോൾ കുറേ എണ്ണത്തിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ? ഇല്ല, നമ്മൾ ഡയറക്ടറുടെ പിന്നെ എന്താ ഡയറക്ടറുടെ വിഷന്റെ ഏകദേശം അടുത്തൊക്കെ ആ പരിസരത്തൊക്കെ ഉണ്ടാവണം നമ്മൾ. അതാണ് ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തോന്നുന്നു. പിന്നെ നമുക്ക് പിന്നെ ഈ എന്താ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഏകദേശം സിമിലർ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. ഇയാളുടെ ഫേസ് എനിക്ക് ഇഷ്ടപ്പെടുന്ന പോലെ രതീഷേട്ടന് ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ അതിനുള്ള കുറച്ച് ഓപ്ഷൻസ് നമ്മൾ ഈ ക്യാരക്ടറിലേക്കുള്ള കുറച്ച് ഓപ്ഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിങ്ങനെ തിരഞ്ഞുകൊണ്ടേയിരിക്കുക, അങ്ങനെ പാഞ്ഞുകൊണ്ടേയിരിക്കുക, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഡയറക്ടർ, ആക്ടർ, കാസ്റ്റിംഗ് ഡയറക്ടർ, നിങ്ങൾ പല സ്പേസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇതാവുള്ളത്. നിങ്ങളുടെ ക്രിയേറ്റീവ് സ്പേസ് അതിനെ പറ്റിയിട്ട് എന്താ പറയാൻ പറ്റുക? നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണോ നിങ്ങൾ രണ്ടുപേരും? കാരണം ബാക്ക് ടു ബാക്ക് സിനിമകളിലൊക്കെ ഒരുമിച്ച് വരുന്നുണ്ട്. ഒരു മുറി റിക്വയർമെന്റ്സ് അത്രേ ഉള്ളൂ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു മറ്റേ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ? നമ്മൾ തമ്മിൽ ഒരു അഭിപ്രായം തന്നെ ഇല്ല, വ്യത്യാസം നമ്മളൊരു അഭിപ്രായം ഒരാളല്ലേ പറയില്ല അഭിപ്രായം, പിന്നെ വ്യത്യാസം വരാൻ ചാൻസ് ഇല്ല. രാജാവ് അങ്ങനല്ല, ഞാൻ പറയും നിങ്ങളൊക്കെ കേട്ടാ അങ്ങനെയല്ലല്ലേ? അഭിപ്രായമൊക്കെ പറയും. പിന്നെ അഭിപ്രായം പറയും, എല്ലാ അഭിപ്രായം പറയുന്നല്ലോ, ഒന്ന് കേൾക്കൂല. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഞാനൊരു വസ്തു എടുക്കില്ല, കേൾക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അത് ആ പോയിന്റ് കൊള്ളാം. ഓക്കെ, ഇനി ഞാൻ എന്റെ ഇത് നോക്കട്ടെ. ക്വസ്റ്റ്യൻസ് പോയി പോയല്ലേ? ഞാനിങ്ങനെയല്ല ഉത്തരം പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഞാൻ വേറൊരു കാര്യം, ഇപ്പം ഇന്നത്തെ കേസുകോടിന്റെ മറ്റേ പരസ്യം ഉണ്ടായിരുന്നല്ലോ, കുഴി വന്ന പരസ്യം. അപ്പം ആ സമയത്ത് അതിൻ്റെ ഒരു ക്രിയേറ്റീവ് ഐഡിയയിൽ താങ്കളും കൂടെ ഉണ്ട്, സംവിധായകൻ്റെയും കൂടെ ഐഡിയ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു. അപ്പം പക്ഷെ അത് ഭയങ്കര വിവാദമാവുന്നു. അതേസമയം ആ സിനിമ
ഭയങ്കര ചർച്ചയിലും വരുന്നു. അപ്പോൾ എന്താണ് എക്സാക്ട്ലി ആ ടൈമിൽ തോന്നിയത്? ഇപ്പോൾ ഒരു പരസ്യങ്ങളിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ആൾ എന്നുള്ള നിലയ്ക്ക് ഇതൊരു എൻ്റെ ഒരു പരസ്യത്തിൻ്റെ ഐഡിയയുടെ സക്സസ് ആണെന്നാണോ തോന്നിയത്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു പരസ്യം കൊണ്ടുവരുമ്പോൾ അതൊന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ഈവൻ ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ലൈക്ക് ഇവർക്കോ പറ്റുന്നില്ല, ഇതൊരു സിനിമയുടെ ഒരു പോസ്റ്ററായിട്ട് ഒരു കാര്യം നമ്മൾ കമൻറ്റ് ഒരു പോസ്റ്ററിൽ വരുന്നത് പറ്റുന്നില്ല എന്നാണോ? ഏതായിരിക്കും ഒരു പരസ്യത്തിന്റെ സക്സസ് ആണ്? അങ്ങനെ തന്നെയായിരുന്നു അതിന്റെ കാര്യത്തിൽ തോന്നിയത്. പിന്നെ അതിനുശേഷം അത് പിന്നെയും ചർച്ച ചെയ്യാൻ ഒരുപാട് അവാർഡുകളും വന്നു. ഈ അവാർഡുകൾ രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് അതൊരു പരസ്യം മാത്രമാണ്, അതിനകത്ത് കിട്ടുന്ന വരുമാനം എനിക്ക് വേണ്ടതാണ്. ഇപ്പൊ പരസ്യത്തിന്റെ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ അത് ഇപ്പൊ പരസ്യത്തിന്റെ ഏറ്റവും സക്സസ് എന്ന് പറഞ്ഞത് ഏതെങ്കിലും രീതിയിൽ ചർച്ചയാവുക എന്നുള്ളത് തന്നെയാണോ? അത് പക്ഷെ അങ്ങനെയില്ല, സത്യസന്ധതയൊക്കെ ഉണ്ടാവണം, കുഴി ഉണ്ടാവണം റോട്ടില്. ഓക്കെ, ഇപ്പൊ ഉള്ളതുകൊണ്ടാണ് അത് അല്ലാതെ തീരെ കുഴിയില്ലാത്തൊരു സ്ഥലത്ത് ഇത് പറഞ്ഞാൽ വർക്കാവില്ലല്ലോ. ഓക്കെ, പിന്നെ ഇതിൻ്റെ കുറേ അവാർഡുകളൊക്കെ തങ്കേസ് കൊണ്ട് വന്ന സമയത്ത് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞത് ടെക്നീഷ്യൻസിനെ റെക്കഗ്നൈസ് ചെയ്തു ആ സിനിമയിൽ എന്നുള്ളതായിരുന്നു അതിൻ്റെ അവാർഡ് സെക്ഷനിലൊക്കെ വന്നത്. ഇപ്പം നമ്മൾ സിനിമകളുടെ സ്പേസസിൽ ടെക്നീഷ്യൻസിനെ ആൾക്കാർ തന്നെ കുറേ കൂടെ ഇപ്പം എഡിറ്റേഴ്സിനെ മേ ബി മീഡിയ കുറേ കൂടെ എഡിറ്റേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്, സിനിമാറ്റോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ്, പ്രൊഡക്ഷൻ ഉള്ളവർ, അവരൊക്കെ മീഡിയ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. മീഡിയ അതിന് വരുന്നത് ആൾക്കാരുടെ ഇടയിൽ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള ചർച്ചയിലും കൂടിയാണ്. അപ്പം ടെക്നീഷ്യൻസിനെ കുറേ കൂടെ ആളുകൾ അറിയുന്നുണ്ട്, അവരെ കുറേ കൂടെ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ട് ഓക്കെയാണല്ലേ അത്? എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് വലിയ സെലിബ്രിറ്റീസിനെയും വലിയ ആൾക്കാരെയും കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ അവരുടെ അടുത്ത് പോകുന്നത് കൊണ്ട് അവർക്കും നല്ലത് കുറച്ചധികം ഓൺലൈൻ മീഡിയ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണമല്ലോ. ഇവര് കുറച്ചും കൂടെ ഇപ്പം ടെക്നീഷ്യൻസിന്റെ പണ്ട് ഫീൽഡിൽ ഉണ്ടായിരുന്നവർ അധികം ക്യാമറയ്ക്ക് മുൻപിലേക്ക് വരാനൊന്നും അധികം താല്പര്യപ്പെടാത്തവരായിരുന്നു. ഇപ്പം പക്ഷേ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ വരാനും സംസാരിക്കാനൊക്കെ കഴിയുന്ന ടെക്നീഷ്യൻസ് വന്നതിന്റെയും കൂടെ ഒരു അതെന്നാണോ ഒരു വാചകമൊക്കെ പോരെ, അത് പോരെ, അങ്ങനെ തന്നെ അത് തന്നെ. നിങ്ങൾ ചോദ്യം പറയുന്നുണ്ട്, ഉത്തരവും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് പറയേണ്ടത്? എന്നെ പോലെ തന്നെ അഭിപ്രായം പറയുന്നുണ്ട്. പിന്നെന്താണ് വ്യത്യാസം വേണ്ടതിനകത്ത് എന്നെ പറയാനും വിടുന്നില്ല. ഞാനും രാജേഷും പോലുള്ള സംസാരം പോലെ തന്നെ. അപ്പൊ രാജേഷ് അതേ പറയും, ഞാൻ അതേ പറയും. ശരി, നല്ലൊരു ചോദ്യം ഞാൻ ചോദിക്കാം. ഈ ചിത്രത്തില് നല്ലൊരു ചോദ്യം ഞാൻ തന്നെയാണല്ലോ പറഞ്ഞത്. ഇപ്പൊ മാഫിയ ശശിന്റെ സ്റ്റണ്ടിന് യൂസ് ചെയ്യുന്നത് കണ്ടു. ഇപ്പം നമ്മൾ ഒരുപാട് സ്റ്റണ്ട് ഡയറക്ടേഴ്സ് പുതിയ സ്റ്റൈല് വേറെ ലാംഗ്വേജിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ വരുന്നതാണ്. പക്ഷെ ആ സ്പേസിലേക്കാണ് മാഫിയ ശശിനെ തന്നെ കുറച്ച് ഒരു നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് മാഫിയ ശശിനെ ഈ പടത്തിന്റെ ഒരു സ്റ്റണ്ട് ഡയറക്ടറായിട്ട് വെച്ചത്? ശശിയേട്ടൻ എന്ന മാഫിയയെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ശശിയേട്ടനെ വെച്ചത്. കണ്ണൂർ മാഫിയയാണ് അയാള്. കണ്ണൂർ കാരണം കണ്ണൂർ മാഫിയയിലുള്ള ഒരു വേറൊരു മാഫിയ ശശി, അതൊന്നും എങ്ങനെയാണെന്ന് അറിയണല്ലോ അയാളെ, അതുകൊണ്ട് വിളിച്ച. ഈ കണ്ണൂർക്കാരന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത് കണ്ടോ, ഞാൻ സമയം കൊടുത്തില്ലേ, 2 വാചകത്തിൽ കൂടുതൽ പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ശശിയേട്ടൻ അറിയോ? ശശിയേട്ടൻ ഭയങ്കര, ഞാൻ എന്റെ വേറെ പടത്തിലൊന്നും അങ്ങനെ ഫൈറ്റ് ഒന്നും ഇല്ലായിരുന്നു. ഫൈറ്റ് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടൊക്കെ നടക്കാറില്ല, അതുകൊണ്ട് സീനിൽ ഫൈറ്റ് ഒന്നും ഉണ്ടാവാറില്ല. അപ്പൊ ആ ഫൈറ്റ് ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യാറ്. അതിന് മാഫിയാഴ്ച വിളിക്കേണ്ട ആവശ്യം ഉണ്ടാവാറില്ല, ഒരു ഫൈറ്റ് മാസ്റ്ററുടെ ആവശ്യമില്ല, ഞാൻ തന്നെ നടത്താറുണ്ട്. അപ്പൊ ഈ പടത്തിൽ പക്ഷെ അത് പോരായിരുന്നു, ഒരു ഫൈറ്റ് മാസ്റ്റർ വേണമായിരുന്നു. അപ്പോൾ കുറച്ച് ശശിയേട്ടനെ കുറിച്ച് എനിക്ക് അറിയാം, കേട്ടറിയാം. പിന്നെ അസോസിയേറ്റ് സുധീഷ് പറഞ്ഞു ഭയങ്കര കോപ്പറേറ്റീവാണ്, വായിൽ വരലിട്ട പോലും കടിക്കില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ, പിന്നെ അങ്ങനെയാണ് സ്റ്റണ്ട് മാസ്റ്റർ അടിച്ചാലോ തന്നെ. അപ്പോൾ അതുകൊണ്ട് ശശിയേട്ടൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ശശിയേട്ടൻ വന്നത് ഭയങ്കര നല്ല സെലക്ഷൻ ആയിരുന്നു എനിക്ക് തോന്നുന്നത്. അത് നിങ്ങൾക്ക് പടം കാണാൻ മനസ്സിലാവും. നമ്മൾ സ്റ്റോറീനെ രതീഷ് ബാലകൃഷ്ണ പൊതുവെ സ്പേസ് ചെയ്യുന്ന സ്റ്റോറിയുടെ സ്പേസ് പലപ്പോഴും നിങ്ങളുടെ നാടും അല്ലെങ്കിൽ ആ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ആണല്ലോ. ഈ സിനിമയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഈ ഡിസിഷൻ ഉണ്ടായിരുന്നു, എൻ്റെ നാടിനെ എൻ്റെ സിനിമകളിൽ നന്നായിട്ട് അടയാളപ്പെടുത്തി പോകണം, മലയാളത്തിൽ അങ്ങനെ അധികം ആ സ്പേസ് അധികം യൂസ് ചെയ്യുന്നത്, പിന്നെ അതൊരു കംഫർട്ടബിൾ സ്ഥലമായതുകൊണ്ടാണ്. അതെല്ലാം യാദൃശ്യമായി സംഭവിക്കുന്ന എല്ലാ സിനിമകളും എന്നാത്താം കേസുകൊണ്ട് ആ ജോഗ്രഫി യൂസ് ചെയ്യാൻ വേണ്ടി സംഭവിച്ചതാണ്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ലൊക്കേഷൻ പല സ്ഥലങ്ങളിലും തപ്പി അവസാനം കിട്ടാത്തത് കൊണ്ട് അവിടെ ഷൂട്ട് ചെയ്തതാണ്.
കനകംകാമനികളും കൊച്ചിയിലാണ്, കനകാമ്പനിയിലേക്ക് കൊച്ചി പയ്യന്നൂരല്ല. പിന്നെ എന്താണ് ഈ പടം എന്ന് പറഞ്ഞാല് കേസോട് അവിടെ ആയതുകൊണ്ട് അത് ആ രണ്ട് ബോർഡറും നമുക്ക് ആവശ്യമുണ്ടായിരുന്നു പെട്ടെന്ന് അങ്ങോട്ട് തട്ടിക്കൊണ്ടു. അപ്പൊ അതായിരുന്നു എളുപ്പം. പിന്നെ ഇപ്പോഴത്തെ പടം അതിന്റെ സ്പിൻ ഓഫ് ആണല്ലോ, അപ്പൊ അവിടെ തന്നെ വേണമല്ലോ അവര്. അടുത്ത പടം നോക്കാം, എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യണം, ഏതെങ്കിലും വേറെ സ്ഥലത്ത് പ്ലേസ് ചെയ്യണം, അങ്ങനത്തെ പരീക്ഷിച്ച് നോക്കണം, വേറെ സ്ലാങ് ഒക്കെ കൊണ്ടുവരണം, അങ്ങനെ ആഗ്രഹമുണ്ടോ? പിന്നെ ഏതെങ്കിലും ഒരെണ്ണമുണ്ടോ അങ്ങനെ ആഗ്രഹം വല്ലാതെ മനസ്സിലുള്ള? ചെയ്യാൻ നോക്കാം, എന്തെങ്കിലും നടക്കട്ടെ. ആരെങ്കിലും അടുത്ത പടം പുറത്തായിരിക്കും തോന്നുന്നു അല്ലേ? പയ്യന്നൂരായിരിക്കില്ല. പയ്യന്നൂരല്ല, അടുത്ത പടം പയ്യന്നൂരില്ല, അടുത്ത പടം വയനാട് ആണ്. എന്നാലും മലബാർ തന്നെ നല്ലായിരിക്കും. വയനാട് നല്ലായിരിക്കും, പടല്ല. പടം ഒരു ഗ്യാരണ്ടിയും ഇല്ല. അങ്ങനെ ഒരു ടോക്ക് ഇപ്പൊ കുറെ നേരമായിട്ട് ഇരിക്കാനുള്ളൂ. ഇപ്പൊ ക്വീൻ എലിസബത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അതിനകത്ത് കുറച്ച് സമയത്താണ് വന്നത്, പക്ഷെ അതിനുശേഷം അവർ ഒഴിവാക്കിയതാണ്, കട്ട് ചെയ്ത് കളഞ്ഞു. കുറെ സീൻ ഷൂട്ട് ചെയ്തിരുന്നു, അല്ല എഴുതിയിരുന്നു. ആ സീൻ ഷൂട്ട് ചെയ്തപ്പോ പിന്നെ ഇനി മതി. എന്റെ അസാധാരണ പെർഫോമൻസ് ഉണ്ട്. ആ ചിക്കൻ കാൽ കഴിക്കുന്ന സീൻ അത് ഇപ്പോഴും നന്നായിട്ട് മറ്റേ സീനൊക്കെ കുറെ റീൽസിലും ഒക്കെ ആയിട്ട് ഓടുന്നതാണ്. ജീവിക്കായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കാൻ എന്താ വെച്ചാൽ ഇപ്പൊ ഈ സീനിലും കുറച്ച് സ്ഥലത്തല്ലേ ഉള്ളൂ. ഇപ്പൊ തങ്കേസുകൂടിലും കുറെ സ്പേസിൽ സുമലത ടീച്ചർ ഇല്ല, പക്ഷെ അത് നന്നായിട്ട് ആൾക്കാർ ശ്രദ്ധിച്ചു. ഇപ്പം ക്വീൻ എലിസബത്തിലും ഇത് വന്നു, ശ്രദ്ധിച്ചു. അപ്പൊ ഈ ആൾക്കാരുടെ കമന്റ് ഒക്കെ വരണത് കാര്യമായിട്ട് നോക്കാറുണ്ടോ? അപ്രിസിയേഷൻ പോസ്റ്റ് ഒക്കെ വരണത്? ഇല്ല, എന്തെല്ലാന്ന് നെഗറ്റീവ് മിക്കതും ചീത്തയായതുകൊണ്ട് ആദ്യത്തെ 1-2 വായിക്കേണ്ടി വരാറുണ്ട്. പിന്നെ ഹൃദയം തകർന്നു പിന്നെ ഇന്നും ഇങ്ങനെയാണോ എന്ന് പറഞ്ഞ് മാറ്റും, അല്ലെങ്കിൽ ഇതിലും ഇങ്ങനെയാണോ എന്ന് പറഞ്ഞ് മാറ്റും. ഇത്തരത്തിലായിരുന്നോ സെറ്റിൽ മോട്ടിവേഷൻ തരാറുള്ളത്? ഇതൊന്നല്ല, ഇതിന്റെ മുകളിലാണ്. ഇതിലും നല്ല മോട്ടിവേഷൻ ആണ്, മോട്ടിവേഷൻ ആഗ്രഹങ്ങൾ മാത്രം. എന്തായിരുന്നു കേട്ടില്ലായിരുന്നു അല്ല, ഇൻസൈഡ് ജോക്കാണോ? കുടുങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ ഇതൊക്കെ. ഓക്കെ, എനിക്ക് ആക്ച്വലി ഇനി പടത്തെ പറ്റിയിട്ട് നിങ്ങൾ എല്ലാവരും ഒറ്റവാക്കലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല ശരിക്കും നല്ലതാ. എന്റെ പടം നല്ലതാണെന്നാണോ? പടം നല്ലതാണെന്ന് നമുക്കിപ്പോ ഒരു ചെറിയ പ്രതീക്ഷയൊക്കെ ഉണ്ട്. എനിക്ക് ട്രെയിലർ കണ്ടിട്ട് ഒരു രസമുള്ള സംഭവമായിരിക്കുന്നതാണ് തോന്നുന്നത്. ഇനിയിപ്പോ പടം ഇറങ്ങി ട്രെയിലറിന്റെ അതേ എഫക്റ്റിലല്ല പല പടങ്ങളും വരാറുള്ളത്, അതുകൊണ്ട് അറിയില്ല, പറയാൻ പറ്റത്തില്ലല്ലോ. മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സത്യസന്ധതയായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട് ഇടയ്ക്ക് സിനിമയെ കുറിച്ച്, അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കും. അല്ല, ഇപ്പം ഈ പടത്തിന്റെ ഇപ്പൊ എല്ലാ സിനിമകൾക്കും പറ്റിയൊരു ഐഡിയൽ ടൈമാണ് എന്ന് പറയുന്നുണ്ട്. മലയാളത്തിൽ ഏത് പടം വേണമെങ്കിൽ ഏത് ജോണർ വേണമെങ്കിൽ പരീക്ഷിക്കാൻ പറ്റിയ ഒരു സമയമാണെന്നാണ് ഇപ്പം ഫഹദ് ഫാസിൽ മാത്രമല്ല, ഫഹദ് ഫാസിൽ അത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. അതല്ലാതെ ഇപ്പം ജയിച്ച പടങ്ങളിലൊക്കെ വരുന്ന ഒരുവിധ ആൾക്കാർ ഇന്റർവ്യൂ ഒക്കെ സംസാരിക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ശരിക്കും ഇതൊരു ബെസ്റ്റ് ടൈമാണോ മലയാളം മൂവിയിൽ? ഏത് ചിത്രം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സമയമാണോ? അങ്ങനെയാണെങ്കിൽ അതിനുള്ള കാരണം എന്താണ്? കോടി ക്ലബ്ബുകളാണോ അതിനുള്ള കാരണം? ആൾക്കാർ സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥക്കുള്ള ബെസ്റ്റ് ടൈമാണ്. അത്രേ ഉള്ളൂ. അച്ഛാദിൻ ആയക എന്ന് പറഞ്ഞ ആയക അതാണോ അത് ആയി, മലയാളത്തിലായി, അതിനായി. അത് ഇപ്പം പ്രേക്ഷകരാണോ അതിനുള്ള? എന്തായിരിക്കും ലൈക്ക് അങ്ങനെ ഒരു ഇപ്പൊ ബാക്ക് ടു ബാക്ക് ഹിറ്റൊക്കെ സംഭവിക്കാനുള്ള ഒരു റീസൺ? കാരണം മലയാളത്തിൽ മുൻ വർഷങ്ങളിലൊന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല. 400 കോടി ക്ലബിൽ വരുന്ന പടങ്ങൾ വരുന്നു, ആൾക്കാർ തിയേറ്ററിലേക്ക് ഒരു മറ്റേ OTT കോവിഡ് ടൈമൊക്കെ കഴിഞ്ഞിട്ട് കുറെ വരുന്നു. അപ്പം അതിനുള്ള റീസൺ എന്താണെന്നാണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ? 3 കണ്ടെയ്നർ നിറച്ച് നോട്ട് കേരളത്തിലെ ജനങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ ദിവസം പടം കാണാൻ ലോൺ എടുക്കേണ്ട ആവശ്യമില്ലാതെ വെറുതെ പൈസ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ. കണ്ടെയ്നർ നല്ല പടങ്ങളായതുകൊണ്ടല്ലേ എല്ലാം വർക്കാവുന്നത്. എല്ലാം നല്ല പടങ്ങളല്ലേ, ഏതാ മോശം പടം? നല്ല പടം ഇറങ്ങുമ്പോ മിക്ക സമയങ്ങളിലും വർക്കാവാറുണ്ട്. ഇതുപോലുള്ള ഇതുപോലുള്ള സീസണൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ടാവും, ചിലപ്പോ നമുക്ക് അറിയാത്തതുകൊണ്ടൊക്കെയാണ്. എത്ര പടങ്ങളൊക്കെ ബാക്ക് ടു ബാക്ക് ഹിറ്റ് ആയിട്ടുണ്ട്. ആ സമയത്ത് 100 കോടി ഇല്ല കളക്ഷൻ, ആ സമയത്തുള്ളതിന്റെ ഏറ്റവും വലിയ കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടുള്ളതാണ്. നല്ല സിനിമ ഇറങ്ങുന്നുണ്ട്, ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ കുറച്ചൊക്കെ ഇതെന്ന് വെച്ചാൽ ഈ കുറേ OTT സിനിമകളൊക്കെ ഇറങ്ങിയതുകൊണ്ട് എല്ലാ ജനങ്ങളും പലതരത്തിലുള്ള സിനിമകളായിട്ട് എക്സ്പ്ലോർഡ് ആണ്.
അപ്പോൾ അവർക്ക് എല്ലാം സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ കണ്ടന്റും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇൻഡസ്ട്രിക്ക് നല്ലതാണ്. അച്ചദിൻ ആയി. ഈ പെട്രോൾ പ്രൈസ് ഒക്കെ മറ്റേ കേസുകളിൽ പറഞ്ഞതൊക്കെ ഭയങ്കര എഴുതി കാണിച്ചതൊക്കെ ആണെങ്കിൽ ഭയങ്കര ആ ടൈമിൽ വലിയ ഹിറ്റ് ആവുകയും ചർച്ച ആവുകയൊക്കെ സംഭവങ്ങളാണ്. ഈ സിനിമയുടെ അകത്ത് പക്ഷെ നമ്മൾ ഇപ്പം ഒരുപാട് സിനിമയിലെ ക്രിയേറ്റേഴ്സിന് ഫ്രീഡം ഭയങ്കര കേർട്ടൈൽ ചെയ്യണെ പറ്റിയിട്ടും സെൻസർഷിപ്പുകൾ കൂടുന്നതിനെ പറ്റിയിട്ടൊക്കെ ചർച്ചകൾ നടക്കുന്നതാണ്. പക്ഷേ ഈ സിനിമയുടെ അകത്തു നിന്നുള്ള ആൾക്കാരെന്നുള്ള നിലയ്ക്ക് ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് ഇഷ്ടമുള്ള മാതിരി ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട് ഈ ടൈമിൽ നിന്നാണോ അതോ കേർട്ടൈൽ ചെയ്യപ്പെടുന്നുണ്ടെന്നാണോ? 2:30 ഈ ഉച്ചക്ക. എന്താണ് ഈ ടൈമിലാ? ഈ ടൈമില്ല. ഓ എനിക്ക് വയ്യ, സിനിമയിലെ കോമഡി ആയിരുന്നു. അല്ല, ഇപ്പോഴത്തെ ഈ ടൈം എന്ന് ഉദ്ദേശിച്ചത് ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഈ മാസങ്ങളിൽ ഒരു 5 വർഷത്തിനുള്ളിൽ വരാൻ പോകുന്ന 5 വർഷത്തിനിടയിൽ വെറുതെ അല്ല പാസ്റ്റേഴ്സ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നല്ലേ? സത്യം പലർക്കും മനസ്സിലാവാറില്ല. ദൈവത്തിന്റെ കൃപയാൽ, പദ്ധതിയല്ല, അനുഗ്രഹത്താൽ, അതല്ലേ? പറയൂ, സ്വാതന്ത്ര്യം ഉണ്ടോ നിങ്ങൾക്ക്? സിനിമാക്കാർക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് എടുത്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തില് രാഷ്ട്രീയ സാഹചര്യം ആണെങ്കിലും ഇന്ത്യയിലെ അവസ്ഥ മൊത്തം വെച്ചിട്ടാണെങ്കിലും ഉണ്ടെന്നാണ്. സ്വാതന്ത്ര്യം ഉണ്ട്, എടുത്ത് ഷൂട്ട് ചെയ്ത് വെച്ച് വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് കാണാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അല്ലാണ്ട് ഇറക്കാനുള്ളതില്ല, ഇല്ല, ഒട്ടുമില്ല. അല്ലാണ്ട് അപ്പം നിങ്ങളുടെ അത് ക്രിയേറ്റീവ് പ്രോസസ്സിനൊക്കെ അത് ഇപ്പം നമ്മളൊരു സാധനം എഴുതുന്ന സമയത്ത് അത് തിയേറ്ററിൽ എത്തണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പം നിങ്ങളുടെ ഈ എഴുതി തുടങ്ങുന്ന ടൈമിൽ തന്നെ കുറച്ച് സെൻസർഷിപ്പ് നടത്തുമോ? ലൈക്ക് ഈ സബ്ജക്ട് എടുത്ത സീനായിരിക്കും, അങ്ങനെ നടത്തിയിട്ട് തന്നെയാണ് പോകുന്നത്. ഇനി ഈ ഒരു കാലം മാറുമെന്ന് പ്രതീക്ഷയുണ്ടോ? അച്ഛനും വന്നില്ലേ, ഇനി എന്താ അച്ഛനും വരാൻ? ഇതിലുള്ള ഇതന്നെ ബെസ്റ്റ് കലിയുഗം. ഇത് കഴിഞ്ഞാൽ പിന്നെ ഭ്രമയുഗം. ഇനൊന്ന് വല്ല പെട്ടകത്തിലും കയറി പോയിക്കോളുക. സകലതും കഴിഞ്ഞു. സുഹൃത്തുക്കളെ, ഇവർ സിനിമയെ കുറിച്ച് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവസാനമായി ഞാൻ ഇവരോട് ചോദിക്കുകയാണ്, എല്ലാവരും ഒരു 2 വാചകത്തിൽ സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകരോട് 2 വാചകത്തിൽ ഒരു പറയാമോ? എന്തെങ്കിലും ഒന്ന്. പേര് പറയുമ്പോൾ കഴിയും. ഒരു പേര് പറയണ്ട, സിനിമയുടെ പേര് പറയണ്ട, ഈ ചിത്രത്തിലേക്ക് ഇങ്ങനെ പറഞ്ഞു പ്രശ്നം കഴിഞ്ഞിട്ട്. ഇതൊരു ഭയങ്കര പിന്നെ ഫൺ എന്റർടൈനർ ആയിരിക്കും. ഒരു 3 വാചകമായി ഞാനൊന്നും പറയില്ല, ക്യാമറ കട്ട് ചെയ്യത്തില്ല. എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് പിന്നെ കാണുക. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നല്ലൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അപ്പം എല്ലാവരും വന്ന് കാണും. അതേ അല്ലാതെ 2 വാചകം പറയാമോ? പറ, കേക്കട്ടെ. ഹൃദയഹാരിയായ പ്രണയകഥ എന്താണ് പറയുന്നത്, നല്ല സിനിമ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ കണ്ടത്രയും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ബാക്കി മുന്നേ സിനിമകൾ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടതുപോലെ ബാക്കി ക്രൂവിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പടം. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ, ഇൻഷാ അല്ലാ. നെഗറ്റീവ് എങ്ങാനും വന്നു കഴിഞ്ഞാൽ വളരെ വളരെ മോശമായിട്ട് ഈ സിനിമയെ പറ്റി കുറച്ച് നെഗറ്റീവ് റിവ്യൂ വന്നു എന്ന് കരുതാം, എന്തായിരിക്കും നിങ്ങളുടെ അതിനോടുള്ളൊരു പ്രതികരണം? നെഗറ്റീവ് റിവ്യൂടെ എപ്പോഴും പ്രതികരിക്കാറില്ല, വിട്ടുകളയാം. പോസിറ്റീവ് റിവ്യൂസ് മാത്രം ശ്രദ്ധിക്കും. പോസിറ്റീവ് റിവ്യൂ കിട്ടിയാൽ ഓക്കെ, അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണല്ലോ. അപ്പൊ നെഗറ്റീവ് കിട്ടിയ നെഗറ്റീവ് ആയിരുന്നു, നമ്മുടെ കാഴ്ചപ്പാട് തെറ്റിപ്പോയി, അത്രേ ഉള്ളൂ. അടുത്തതിൽ ശരിയാക്കാൻ പറ്റും നോക്കാം, അല്ലെങ്കിൽ കാണുന്നവരുടെ കാഴ്ചപ്പാട് തെറ്റിപ്പോയി എന്ന് എളുപ്പത്തിൽ ഏതെങ്കിലും ഒന്ന് വിചാരിച്ച് ആ സമയത്ത് മൂഡിനനുസരിച്ച് വിചാരിച്ച് ഏതെങ്കിലും ഒരാളെ കുറ്റപ്പെടുത്തും. രാവിലെ ഒന്ന് സ്ഥാനത്തിനനുസരിച്ച് ദോശയാണെങ്കിൽ ഞാൻ കുറ്റക്കാരൻ, ഇഡ്ഡലി ആണെങ്കിൽ അവർ കുറ്റക്കാരൻ, അങ്ങനെ കുറ്റപ്പെടുത്തി നമ്മൾ മുന്നോട്ട് നീങ്ങും. ശരി, എന്താണ് പറയാനുള്ളത് സിനിമ കാണാനിരിക്കുന്നവരോട്? ഈ പറഞ്ഞ കണക്ക് സുമലതേനെയും സുരേഷേട്ടനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുപോലെ ഈ സിനിമയിലും കുറേ നല്ല നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്, ചെറുതായാലും വലുതായാലും. കുറേ വിനയൊന്നല്ല, അതെ, കുറേ ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളെ പ്രണയം പൂത്തൊലഞ്ഞ് പുഷ്പിക്കാൻ പോകുന്നു. അപ്പൊ അതിന്റെ കൂടെ കുറേ ആൾക്കാരും ഉണ്ട് പുഷ്പിക്കാൻ. അപ്പൊ എല്ലാരും കാണണം. എന്തായാലും നിങ്ങളെ സങ്കടപ്പെടുത്തൂല, അങ്ങനെയല്ല, നിങ്ങളെ പ്രതീക്ഷക്ക് സങ്കടപ്പെടുത്തൂല, തെറ്റിക്കൂല. നല്ലതായിരിക്കണം.
നല്ല പ്രതീക്ഷയായിരിക്കണം, എന്നാലേ അത് നല്ല അടിപൊളിയാവും. പ്രതീക്ഷയുണ്ട് പടത്തെ പറ്റി, സത്യമായിട്ട് നല്ല പ്രതീക്ഷയുണ്ട് എന്നാ തെറ്റില്ല. തുടങ്ങുന്നതിന് മുമ്പ് വരെ. ഓക്കെ, അപ്പൊ സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയകാരിയായ പ്രണയകഥ വളരെ നല്ലൊരു സിനിമയായിട്ട് തിയേറ്ററുകളിൽ എത്തട്ടെ, എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെടട്ടെ. അപ്പം ഇനി ഇഷ്ടപ്പെടാത്തവർക്ക് എന്തെങ്കിലും ഡയറക്ടറോട് അഭിപ്രായമൊക്കെ പറയാവുന്നതാണ്. ഡയറക്ടർ അതൊക്കെ കേൾക്കുമെന്നാണ് കാണാറില്ല ഞാൻ ഈ കാണാറില്ല. ഇല്ല ഇൻസ്റ്റാഗ്രാം എന്തെങ്കിലും എന്താണ് എൻ്റെ പേര് പോസ്റ്റർ ഇതൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടി വിടും, അൺഇൻസ്റ്റാൾ ചെയ്യും. ഫേസ്ബുക്കിൽ ഞാനില്ല, വാട്സപ്പ് വളരെ കുറവാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞത് നല്ലതാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എപ്പോഴും നടക്കുന്നത്. അത് നല്ല ആറ്റിറ്റ്യൂഡ് കേട്ടോ, കൊള്ളാം. അടുത്തത് ഇതിനേക്കാളും നല്ല ഉണ്ടാക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് പറയുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും സമയം സംസാരിച്ചതിന് ഒരുപാട് 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 നന്ദി. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഓക്കെ.